നമസ്കാരം. മന്ത്രി കെ ഗണേഷ് കുമാറും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും സംഭവത്തിന് പിന്നിലെ ദുരൂഹതകളും നിയമപരമായിട്ടുള്ള ലംഘനങ്ങളും സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. വാളകത്തെ മന്ത്രിയുടെ വീട്ടിൽ നടന്ന സംഭവ വികാസങ്ങൾ കേവലം ഒരു കുടുംബ കലഹം എന്നതിലുപരിയായി ഗൗരവകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നതാണെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. മന്ത്രിയുടെ ഭാര്യ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് എത്തിയപ്പോൾ കണ്ട കാഴ്ചകളും അതിനെ തുടർന്നുണ്ടായ നാടകീയ രംഗങ്ങളും പുറം ലോകം അറിഞ്ഞതോടെ വിഷയം രാഷ്ട്രീയമായി മാത്രമല്ല നിയമപരമായിട്ടും സർക്കാരിന് വലിയ തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഭരണപക്ഷം വലിയ മറുപടി പറയേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തുന്നത്. വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു വാളകത്തെ വീട്ടിൽ കണ്ടുവെന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെയും സാന്നിധ്യമാണ്. മന്ത്രിയുടെ ഭാര്യ വീട്ടിലെത്തിയപ്പോൾ ഈ സ്ത്രീയെയും കുട്ടിയെയും മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്നും ഉടൻ തന്നെ അവരുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നുമാണ് വിവരം. എന്നാൽ ഈ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കാൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും ഡ്രൈവർ ശാന്തനും ശ്രമിച്ചുവെന്നത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. തുടർന്ന് ആ സ്ത്രീയെയും കുട്ടിയെയും അവിടെ നിന്ന് മാറ്റിയതായിട്ടും ആരോപണമുണ്ട്. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നുവെന്നത് പോക്സോ നിയമപ്രകാരം അന്വേഷിക്കേണ്ട കാര്യമാണെന്നിരിക്കെ അതിനെ ഒതുക്കി തീർക്കാനുള്ള നീക്കങ്ങൾ നടന്നുവെന്നത് വലിയ കുറ്റകൃത്യമായിട്ട് കാണേണ്ടി വരും. ഈ സംഭവം വിവാദമായതോടുകൂടി കേരള കോൺഗ്രസ് ബി പ്രതിനിധിയും അതോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായിട്ടുള്ള ബാലഗോപാൽ ഇടപെട്ട് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. ഭാര്യയ്ക്ക് പണം നൽകി സ്വാധീനിച്ചാണ് ഈ പരാതി പിൻവലിപ്പിച്ചതെന്ന ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. ദമ്പതികൾക്കിടയിലെ പിണക്കങ്ങൾ മാറുന്നത് സ്വാഭാവികമാണെങ്കിലും അവിടെ നടന്നുവെന്ന് പറയപ്പെടുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മറച്ചുവെക്കാൻ പാടുള്ളതല്ല. 2013 സമാനമായ രീതിയിൽ ഉയർന്നു വന്ന വിവാദങ്ങളുടെ ഒരു ആവർത്തനമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. അന്ന് നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണയും ഇത്തരം ഒത്തുതീർപ്പുകളിലൂടെ നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ലെന്ന വിമർശനം ശക്തമാണ്. നിയമപരമായിട്ട് നോക്കിയാൽ ഇവിടെ ഒരു കോഗ്നിസിബിൾ ഒഫൻസ് നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അത് അധികാരികളെ അറിയിക്കാൻ അവിടെ ഉണ്ടായിരുന്ന സാക്ഷികൾക്ക് ബാധ്യതയുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ BNS സെക്ഷൻ 239 പ്രകാരം കുറ്റകൃത്യം മറച്ചുവെക്കുന്നത് ശിക്ഷാർഹമാണ്. മന്ത്രിയുടെ ഭാര്യയോ അവിടെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫോ അല്ലെങ്കിൽ മുൻ DGP അടക്കമുള്ളവരോ ഈ വിവരം പോലീസിനെ അറിയിക്കാൻ തയ്യാറായില്ല എന്നത് നിയമലംഘനമാണ്. മാത്രമല്ല ഇവിടെ 112 എന്ന അടിയന്തര നമ്പറിലേക്ക് വിളി പോവുകയും പിങ്ക് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ വീഴ്ചയായിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നു. ഗവൺമെൻറ് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരും പബ്ലിക് സർവൻ്റായ മന്ത്രിയും നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നിരിക്കെ ഈ മൗനം കുറ്റകരമാണ്. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ കൊട്ടാരക്കര കോടതിയിൽ നിന്ന് മന്ത്രി നേരിടുന്ന കേസ് നിലവിൽ അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരായ പരാതിയിൽ അശ്ലീല പരാമർശങ്ങൾ കൂട്ടിച്ചേർത്തുവെന്ന ആരോപണത്തിൽ സുധീർ മലയിൽ, അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഗണേഷ് കുമാറിനെതിരെ മൊഴി നൽകി കഴിഞ്ഞു. ഈ കേസിൽ വിചാരണ ഒഴിവാക്കണമെന്ന മന്ത്രിയുടെ ആവശ്യം കോടതി തള്ളിയത് അദ്ദേഹത്തിന് ലഭിച്ച തിരിച്ചടിയാണ്. ഇതിനിടയിലാണ് വാളകത്തെ പുതിയ വിവാദം കൂടി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇത്തരം ക്രിമിനൽ കേസുകൾ നിലനിൽക്കെ വീണ്ടും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മന്ത്രിയുടെ ഔദ്യോഗിക പദവിക്ക് തന്നെ ഒട്ടും നിരക്കാത്തതാണെന്ന വാദവുമാണ് ഇപ്പോൾ ഉയരുന്നത്. നിലവിൽ KSC സംസ്ഥാന നേതൃത്വം പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഉൾപ്പെട്ട കേസായതിനാൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. ഭാര്യ പരാതി പിൻവലിച്ചുവെന്നത് കേസ് ഇല്ലാതാക്കാനുള്ള കാരണമല്ല. മന്ത്രി ഒരു പബ്ലിക് സർവൻ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലെ ധാർമ്മികത പൊതുസമൂഹം ചർച്ച ചെയ്യും. ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയില്ലെങ്കിൽ അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടി പണി തെറിക്കാനുള്ള ഒരു കാരണമായി മാറും. ഈ സാഹചര്യത്തിൽ സർക്കാർ എത്രത്തോളം കാലം ഈ വിവാദത്തെ സംരക്ഷിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന സന്ദേശം നൽകാൻ ഈ കേസിൽ അടിയന്തര ഇടപെടൽ എന്തുകൊണ്ടും അത്യാവശ്യമാണ്.